ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടൈൽ കട്ടർ ഓൺ ആവാതിരുന്നാൽ എന്താണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എൻ്റെ പേര് അജി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പവർ ടൂൾസ് കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പൊതുവേ രണ്ട് തരം മോട്ടറുകളാണ് നമ്മുടെ പവർ ടൂൾസിനകത്തുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് യൂണിവേഴ്സൽ മോട്ടർ, രണ്ടാമത്തത് ഇൻഡക്ഷൻ മോട്ടർ. യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുമ്പോൾ ടൈൽ കട്ടർ, പുട്ടി മിക്സർ, ആംഗിൾ ഗ്രൈൻഡർ, ഡ്രില്ല്, കാർബൺ ബ്രഷ് ഉപയോഗിച്ച് ഓടുന്ന എല്ലാ മോട്ടറുകളും യൂണിവേഴ്സിൽ പെട്ടതാണ്. അതിൻ്റെ സർവീസിങ് പാറ്റേൺ സെയിം ആണ് ഇലക്ട്രിക്കൽ സൈഡിലുള്ള. രണ്ടാമത്തത് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പം ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച് ഓടുന്നതിനെ നമ്മൾ പെർമനൻറ്റ് കപ്പാസിറ്റർ മോട്ടർ എന്ന് പറയുന്നു. ഇതിൻ്റെ സർവീസിങ് പാറ്റേണും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മക്കീത്തയുടെ ഒരു ടൈൽ കട്ടറാണ്. അപ്പോൾ ഞാനിത് ഫുൾ ഇളക്കുന്നില്ല. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ആദ്യം ഞാനത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അഴിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇതിൻ്റെ രണ്ട് സൈഡിലെയും കാർബൺ ഇളക്കി മാറ്റുവാണ്. കാർബൺ ഇളക്കി മാറ്റി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ പിന്നീട് നോക്കത്തുള്ളൂ. ഞാൻ രണ്ട് സൈഡ് കാർബൺ ഞാൻ ഇളക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടുന്നത് ഒരു ബൾബാണ്, ബൾബ് ഹോൾഡറാണ് വേണ്ടുന്നത്. അങ്ങനെ നമ്മൾ ബൾബ് ഹോൾഡർ എടുത്തു. ഇനി ഈ ബൾബ് ഹോൾഡറിൻ്റെ വയറിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് മടക്കണം. രണ്ട് സൈഡും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ കാർബൺ ഇടുന്ന ഹോൾഡറിൽ ഇതിനെ രണ്ട് സൈഡിലായിട്ട് കണക്ട് ചെയ്യുവാണ്. അതിൻ്റെ ആ വയറ് ആ ഹോൾഡറിൽ കറക്റ്റായിട്ട് ടച്ചായിട്ടിരിക്കണം. അങ്ങനെ ഞാനത് കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ടൈൽ കട്ടറിനെ നമ്മൾ ടെസ്റ്റ് ലാമ്പിൽ കണക്ട് ചെയ്യുവാണ്. 40-ൻ്റെ ബൾബ് സീരിയലായിട്ടിട്ടാണ് ചെക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഈ മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ വൈൻഡിങ്ങിനോ സ്വിച്ചിനോ വയറിനോ ഒന്നും കംപ്ലയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബൾബ് കത്തുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത കണക്ക് തന്നെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ ബൾബ് കത്തും. ഇതിൽ നിന്ന് നമുക്ക് ബാക്കി കംപ്ലയിൻറ്റോ ഒന്നും ഇളക്കേണ്ട കാര്യമില്ല. മെഷീൻ ഇളക്കാതെ തന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റും. ഇനി നമ്മൾ കാർബൺ ഇട്ട് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കാർബൺ ഇടുന്ന ഹോൾഡറിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴേ നമുക്കതിനകത്ത് നമ്മുടെ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനെ പതിയെ കറക്കി നോക്കുക. മെഷീൻ്റെ ഫ്രണ്ട് ബ്ലൈഡ് ഇടുന്ന ഭാഗം പതിയെ കൈകൊണ്ട് കറക്കി നോക്കുമ്പോൾ ആ കമ്മ്യൂട്ടേറ്റർ ഫുള്ളായിട്ട് നമുക്ക് കറങ്ങുമ്പോൾ കാണാൻ പറ്റും. അതിനകത്ത് ആർമേച്ചർ കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാം. അങ്ങനെ ആർമേച്ചറിന് കത്തലോ മറ്റ് കംപ്ലയിൻറ്റോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കാർബൺ ബ്രഷ് ഇട്ട് ഓടിക്കാവുന്നതാണ്. ഇനി ഞാൻ നേരെ തിരിച്ച് ഇനി ആ കാർബൺ ഇടുവാണ്. കാർബൺ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെഷീനെ ഒന്ന് ഓടിച്ച് നോക്കുവാണ്. അപ്പോൾ ഞാനിവിടെ കാർബൺ രണ്ടും ഇട്ട് കഴിഞ്ഞു. ഇനി അതിനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് ലാമ്പിൽ ഞാൻ 40-ൻ്റെ ബൾബാണ് ഇട്ടേക്കുന്നത്. ടെസ്റ്റ് ലാമ്പിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് മെഷീനൊക്കെ ചെക്ക് ചെയ്യാനും ശരിയാക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ അത് സീരിയലായിട്ടൊന്ന് ഓടിച്ച് നോക്കുവാണ്. അപ്പം അതിനകത്ത് 40-ൻ്റെ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡയറക്റ്റ് നമുക്ക് ആ മെഷീനെ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം.